യുദ്ധ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഗോള എണ്ണവില വേഗത്തിൽ ഉയരുന്നു. ഈ വിലക്കയറ്റം കുറയ്ക്കുന്നതിനായി അമേരിക്ക ഒരു മാസത്തേക്ക് ചില ഉപരോധ ഇളവുകൾ നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഇറാനും റഷ്യയും കയറ്റുമതി ചെയ്യുന്ന എണ്ണയ്ക്കായിരുന്നു ഈ ഇളവ്. എന്നാൽ ഇനി ഈ ഇളവ് നീട്ടി നൽകില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. മാർച്ച് 11 മുമ്പ് തന്നെ കടലിൽ എണ്ണ ടാങ്കറുകൾ ഉണ്ടായിരുന്ന ക്രൂഡ് ഓയിലിനാണ് ഈ ഒരു മാസത്തെ ഇളവ് നൽകിയിരിക്കുന്നത്. അതായത് ഇതിനകം കയറ്റുമതിക്കായി തയ്യാറാക്കിയിരിക്കുന്ന എണ്ണ വാങ്ങാൻ രാജ്യങ്ങൾക്ക് അവസരം നൽകുകയായിരുന്നു. ഈ സമയപരിധി ഉപയോഗിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ റഷ്യയിലും ഇറാനിൽ നിന്നുള്ള എണ്ണ വേഗത്തിൽ വാങ്ങി. ഇന്ത്യക്ക് ഈ ഇളവ് പ്രത്യേകിച്ച് പ്രയോജനപ്പെട്ടു. 2019 ശേഷം ആദ്യമായാണ് ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ വീണ്ടും വാങ്ങിയത്. മുമ്പ് അമേരിക്ക ഇറാനെതിരെ കർശന ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തിയിരുന്നു. എന്നാൽ ഈ താൽക്കാലിക ഇളവ് വന്നതോടെ ഇന്ത്യ വീണ്ടും ഇറാനിൽ എണ്ണ വാങ്ങി തുടങ്ങി. ഒരു മാസത്തെ ഈ ഇളവിന്റെ കാലയളവിൽ ആഗോള വിപണിയിൽ ഏകദേശം 140 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ എത്തിയതായി കണക്കുകൾ പറയുന്നു. ഇത് എണ്ണവില കുറയ്ക്കാൻ ചില അളവിൽ സഹായിച്ചെങ്കിലും ഇത് സ്ഥിരമായ പരിഹാരമായിരുന്നില്ല. ഇന്ത്യയുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറാനിൽ നിന്ന് കുറഞ്ഞത് 2 വലിയ സൂപ്പർ ടാങ്കറുകൾ എത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഏകദേശം 40 ലക്ഷം ബാരൽ ഇറാനിയൻ എണ്ണയാണ് ഇന്ത്യ ഈ സമയത്ത് വാങ്ങിയത്. ഇതിനു പുറമെ റഷ്യയിൽ നിന്ന് ഒരു മാസത്തിനിടെ 30 മില്യൺ ബാരൽ കൂടുതൽ എണ്ണയും ഇന്ത്യൻ കമ്പനികൾ സ്വന്തമാക്കി. എന്നാൽ ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഇളവിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ ഇനി ഇത്തരത്തിലുള്ള വാങ്ങലുകൾ അനുവദിക്കില്ല എന്നാണ്. തുടർന്നും റഷ്യയിലോ ഇറാനിലോ നിന്നുള്ള എണ്ണകൾ ഏതെങ്കിലും രാജ്യങ്ങൾ വാങ്ങുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്കെതിരെ ഉപരോധ നടപടികൾ സ്വീകരിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അടുത്ത നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഇന്ത്യ ഇനി ഇറാന്റെയും റഷ്യയുടെയും എണ്ണ വാങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. പകരം ഇന്ത്യ പുതിയ ഉറവിടങ്ങൾ തേടും. പ്രത്യേകിച്ച് അമേരിക്കയിലും ആഫ്രിക്കൻ രാജ്യങ്ങളുമുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. 2019 മുമ്പ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ ഇറാന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആകെ ഇറക്കുമതിയിൽ ഏകദേശം 11.5% വിഹിതം ഇറാൻ ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഉപരോധം വന്നതിനു ശേഷം ഈ വിഹിതം പൂർണ്ണമായും ഇല്ലാതെയായി. ഇപ്പോൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇറാനിയൻ എണ്ണ എത്തിച്ചെങ്കിലും പുതിയ സാഹചര്യത്തിൽ അത് വീണ്ടും നിർത്തേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു പ്രധാന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വിജയകരമായി മുന്നോട്ട് പോയാൽ ഇറാനുമേലുള്ള ഉപരോധം കുറയ്ക്കുകയോ നീക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് വീണ്ടും സ്ഥിരമായി ഇറാനിയൻ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള അവസരം ലഭിക്കും. ഇത് ഇന്ത്യക്ക് സാമ്പത്തികമായി ഗുണകരമായിരിക്കും. ഇതിനു പുറമെ ഇന്ത്യക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത എണ്ണ വിതരണത്തിലേക്ക് വീണ്ടും കൂടുതൽ ആശ്രയിക്കേണ്ടി വരാം. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന എണ്ണ പങ്കാളികളാണ്. ഈ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് ഒരു സുരക്ഷിതമായ മാർഗമായി ഇന്ത്യ കാണുന്നു. റഷ്യൻ എണ്ണയുടെ കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ പങ്ക് വളരെ കുറവായിരുന്നു. എന്നാൽ യുദ്ധത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യ എണ്ണ ബഹിഷ്കരിച്ചതോടെ റഷ്യ പുതിയ വിപണികൾ തേടി. ഈ സമയത്ത് വലിയ വിലക്കുറവുകൾ നൽകി ഇന്ത്യയും ചൈനയും റഷ്യ ആകർഷിച്ചു. കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിച്ചാൽ ഇന്ത്യ വൻതോതിൽ റഷ്യ എണ്ണ വാങ്ങാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി വളരെ കുറച്ചു കാലങ്ങളിനുള്ളിൽ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ വിഹിതം 40% ഉയർന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. പുതിയ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും കാരണം റഷ്യ എണ്ണയുടെ ഇറക്കുമതി കുറയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം അത് പ്രതിദിനം ഏകദേശം 1.57 മില്യൺ ബാരലായി താഴ്ന്നിട്ടുണ്ട്. ഇതിന് മറ്റൊരു കാരണവുമുണ്ട്. ഇന്ത്യയിലെ പ്രധാന റിഫൈനറുകളിൽ ഒന്നായ നയാഗര എനർജി പ്ലാന്റ് ഇപ്പോൾ വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിരിക്കുകയാണ്. ഈ പ്ലാന്റിന് പ്രതിദിനം ഏകദേശം 4 ലക്ഷം ബാരൽ എണ്ണ സംസ്കരിക്കാൻ ശേഷിയുണ്ട്. ഇത് താൽക്കാലികമായി പ്രവർത്തനരഹിതമായതിനാൽ ഇറക്കുമതി കുറയാൻ ഇടയായി. ആഗോള എണ്ണ വിപണി ഇപ്പോൾ വലിയ മാറ്റങ്ങളുടെ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്കയുടെ കർശന നിലപാടുകൾ, റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പ്രതിഫലനം, ഇറാനുമേലുള്ള ഉപരോധങ്ങൾ എന്നിവയൊക്കെ ചേർത്ത് വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. ഇന്ത്യ പോലുള്ള വലിയ ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. കുറഞ്ഞ വിലയിൽ സ്ഥിരമായ എണ്ണ ലഭ്യത ഉറപ്പാക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും പരിഗണിക്കേണ്ട സാഹചര്യം ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.